ഹലോ എവരിവൺ, എല്ലാവർക്കും ഷാലോം ടിവിയിലെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ സ്കൂൾ സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂൾ അങ്കമാലി. ഞാൻ റിയ, ഇവിടുത്തെ ക്ലാസ് 12ൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. എന്നാൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ? എന്നാ ബാ. മറ്റുള്ളവർക്കായി വിളക്ക് തെളിയിക്കുക, അത് നിങ്ങളുടെ പാതയിലും പ്രകാശം നിറയ്ക്കും. ഈ ബുദ്ധവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ, 22 വർഷങ്ങൾക്ക് മുൻപ് പീച്ചാനിക്കാട് എന്ന പ്രകൃതി സൗഹാർദ്ദ ഗ്രാമത്തിലേക്ക് അറിവിൻ്റെ പ്രകാശവുമായി എത്തിയ ഡോക്ടർ വർഗീസ് ചിറക്കൽ സ്ഥാപിച്ച സെയിൻറ്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂൾ ഇന്ന് ക്ലരീഷ്യൻ ഫാദേഴ്സിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തന മികവിൽ അങ്കമാലിയിൽ രാജകീയ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. എൻ്റെ പേര് ഫാദർ ജിജോ മച്ചുകുഴിയിൽ CMF, ക്ലരീഷ്യൻ മിഷണറി സഭാംഗമാണ്. ഇപ്പോൾ ഞാൻ ഈ സെൻറ്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജരായി സേവനമനുഷ്ഠിക്കുന്നു. ഈ സെൻറ്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ 2002 ഈ നാട്ടുകാർ ഒരുമിച്ച് ഈ ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഒരു സ്കൂൾ പ്രാരംഭം ചെയ്യുന്നതിനായിട്ട് അവർ ശ്രമിക്കുന്നത്. സ്കൂൾ അങ്ങനെ മുമ്പോട്ട് പോയി എങ്കിലും 2013 ക്ലരീഷ്യൻ സഭ ഏറ്റെടുത്തത് മുതൽ ഉന്നതമായ ഒരു വളർച്ചയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ ചരിത്ര താളുകളിൽ എഴുതി ചേർത്തത്. നസ്രായൻ്റെ കാലടികളെ പിൻചെല്ലുവാനാണല്ലോ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നസ്രായൻ തൻ്റെ പാത അശരണർക്കും ആലംബഹീനർക്കും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണല്ലോ അർപ്പിച്ചത്. അതുപോലെ തന്നെ ചേർത്ത് നിർത്തുവാനും പകർന്നു കൊടുക്കുവാനും ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനുമായിട്ടാണ് ക്ലരീഷ്യൻ മിഷണറിമാർ ഈ സ്കൂളിനെയും അതുപോലെ തന്നെ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ ഭാവിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തത്. നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി നമുക്ക് പ്രോഗ്രാമുകളിലേക്ക് കടക്കാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഈ കലാസന്ധ്യ.
പ്രകാശിതമാക്കേണമേ എൻ ജീവിത ജപമാല കൈക്കൊള്ളണേ. ഒരു ജപമാലയായി അണയുന്നു സവിധേ നാഥാശ്രവിക്കേണമേ. എൻ സന്തോഷ സന്താപ രഹസ്യങ്ങളെല്ലാം മഹിമാൽ പ്രകാശിതമാക്കേണമേ എൻ ജീവിത ജപമാല കൈക്കൊള്ളണേ. സമമാക്കണേ എൻ പാപസങ്കീർത്തനം കൈക്കൊള്ളണേ. ഒരു ജപമാലയായി അണയുന്നു സവിധേ നാഥാശ്രവിക്കേണമേ. എൻ സന്തോഷ സന്താപ രഹസ്യങ്ങളെല്ലാം മഹിമ പ്രകാശിതമാക്കേണമേ. എൻ ജീവിത ജപമാല കൈക്കൊള്ളണേ. ശേഷമാകാൻ കൊതിക്കുന്നു ഹൃത്തടം നാഥ കനിവാകണേ. ഒരു സുവിശേഷമാകാൻ കൊതിക്കുന്നു ഹൃത്തടം നാഥ കനിവാകണേ. എൻ ജീവിത ചെയ്തികൾ ചിന്തകൾ ഭാവന സ്നേഹ സംസ്കാരമായി തീർക്കേണമേ. എൻ സുവിശേഷ സ്പന്ദനം കൈക്കൊള്ളണേ. ഒരു ജപമാലയായി അണയുന്നു സവിധേ നാഥാശ്രവിക്കേണമേ. എൻ സന്തോഷ സന്താപ രഹസ്യങ്ങളെല്ലാം മഹിമാൽ പ്രകാശിതമാക്കേണമേ. എൻ ജീവിത ജപമാല കൈക്കൊള്ളണേ. രണ്ടായിരത്തി 12 ക്ലരീഷ്യൻ മിഷണറീസ് ഏറ്റെടുത്തതിനു ശേഷം വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെഴുതപ്പെട്ടു. രാജ്യത്തിന് അച്ചടക്കമുള്ള വൈദഗ്ധ്യമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിന് ആധുനികതയുടെ നൂതന സമ്പ്രദായങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും
പഠന മികവിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. പാഠ്യപദ്ധതികളിൽ മാത്രമല്ല, കലാകായിക പ്രവൃത്തി മേഖലകളിലും മികവ് തെളിയിച്ച് അങ്കമാലിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി സെയിന്റ് സേവിയേഴ്സ് ഉയർന്നിരിക്കുന്നു. എൻ്റെ പേര് ഫാദർ അനീഷ് കണ്ണംകുന്നേൽ. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിട്ടാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഈ സ്കൂള് അങ്കമാലിയിലെ പീച്ചാനിക്കാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1100ഓളം സ്റ്റുഡൻസ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പ്ലേ സ്കൂൾ മുതൽ 12th ക്ലാസ് വരെ. 50ഓളം ടീച്ചിങ് സ്റ്റാഫുണ്ട്, 2 പേര് ഓഫീസ് സ്റ്റാഫുണ്ട്, പിന്നെ 20ഓളം നോൺ ടീച്ചിങ് സ്റ്റാഫും സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് പഠന മികവും മൂല്യങ്ങളോട് സന്ധി ചെയ്യാത്ത അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത അച്ചടക്കവും. ഈ 2 കാര്യങ്ങളാണ് സ്കൂളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാനെപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ ഫോർമേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിൽ പഠിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഓരോ സേവ്യറിനും ഈ ലോകത്തിൻ്റെ എല്ലാ ചലഞ്ചുകളും നേരിടുവാനുള്ള കരുത്ത് അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആർജിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ 4 അച്ഛന്മാർ ഈ സ്കൂളിലുണ്ട്. ഫാദർ മാനേജർ, ഞാൻ പ്രിൻസിപ്പൾ, അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ ഒരാൾ ടീച്ചിങ് സ്റ്റാഫ് ഫാദർ വെനിൽ. ഞങ്ങൾ 4 പേരുണ്ട്. ഈ 4 പേരും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഓരോരോ സബ്ജക്റ്റ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഫുൾ ടൈം രാവിലെ സ്റ്റുഡൻസ് വരുമ്പോൾ മുതൽ വൈകുന്നേരം അവർ പോകുന്നതോട് വരെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ അവർ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഒരു ഓഫീസിൽ അല്ലെങ്കിൽ വരാന്തകളിൽ, ക്ലാസ് റൂമുകളിൽ, പ്രത്യേകിച്ച് അവരുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത്, ബാക്കി ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുവാനായിട്ട്, പിന്നെ ഓരോ ഫ്ലോറുകളിലുണ്ടാകും ഞങ്ങൾ. ഇപ്പോൾ കുട്ടികളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ട്, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും, ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളും സാധാരണ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ്. അപ്പം എങ്കിലും പഠനത്തിൽ അവർ നല്ല മികവ് കാണിക്കുന്നുണ്ട്. 100% വിജയമുണ്ട് നമുക്ക് 10ാം ക്ലാസ്സിലെ CBSE എക്സാമിനും 12th ക്ലാസ്സിലെ CBSE എക്സാമിനും. അതുപോലെ തന്നെ പേരൻസൊക്കെ ആണെങ്കിലും വളരെ കോപ്പറേറ്റീവാണ്. സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടെ സഹകരിക്കുകയും അവരുടെ സഹകരണവും സഹകരണമുണ്ട്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ പേരൻസും വളരെ ഭംഗിയായിട്ട് തന്നെ സ്കൂളിനോട് സഹകരിക്കുന്നുണ്ട്. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടുന്ന് നൽകിയ സ്നേഹത്തിനും നന്ദി മാത്രം. നാവിൽ ഈശോദൻ നാമം, കാതിൽ ഈശോദൻ നാദം എന്ന ഗാനവുമായി സെൻറ്റ് സേവിയേഴ്സിലെ വാനമ്പാടി ഗൗതം ഹാരിഷ്.
മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാ ഹൃദയം പ്രാപ്തമാകൂ. എൻ ഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എൻ ഈശോതൻ നാമം, കാതിൽ എൻ ഈശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എൻ ഈശോതൻ നാമം. നമ്മൾ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ലാബിന്റെ ഫ്രണ്ടിലാണ്. കമ്പ്യൂട്ടർ കടന്നു വരാത്ത ഒരു മേഖല പോലുമില്ല മനുഷ്യന്റെ നിത്യജീവിതത്തിൽ. അപ്പോൾ അതെന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് അറിയാൻ സഹായിക്കുന്ന ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് കണ്ടിട്ട് വരാം. എൻ്റെ പേര് സബിത. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയാണ്. നമ്മുടെ സ്കൂളിൽ പ്രൈമറി തലം മുതൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയിരിക്കുന്നു. ഭാവിയിൽ കമ്പ്യൂട്ടറിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉതകുന്ന രീതിയിലാണ് ആധുനിക വിദ്യാഭ്യാസം പരിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലും അതുപോലെ തന്നെ പ്രൈമറി തലം മുതൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉതകുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി പരിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ പദ്ധതിയിൽ വേർഡ്, MS Excel, പ്രോഗ്രാമിംഗ് ഡെവലപ്മെൻറ്റ്, ഇൻ്റർനെറ്റ് ബേസിക് ഇതേപോലുള്ള ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അവർക്ക് ഭാവിയിൽ പ്രോഗ്രാമിംഗ് ഡെവലപ്മെൻറ്റും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും അതുപോലെ കമ്പ്യൂട്ടർ വിജ്ഞാനം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രപഞ്ചവും അതിലെ സൃഷ്ടിജാലങ്ങളും കർത്താവിനെ സ്തുതിക്കുന്നു. ആകാശത്തിലെ പറവകളെയും വയലിലെ ലില്ലികളെയും തീറ്റിപ്പോറ്റുന്ന ദൈവം നമ്മെ എത്രയധികമായി കാത്തുപരിപാലിക്കുമെന്ന സത്യം വിളിച്ചോതിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന തത്തമ്മ പെണ്ണ് രംഗത്ത്. അമ്മക്കിളി തത്തമ്മ പെണ്ണും പൈങ്കിളി കുഞ്ഞുങ്ങളും പനമരപ്പൊത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിടുന്നു.
എൻ്റെ പേര് പൗലോസ് എന്നാണ്. പീച്ചാനിക്കാടാണ് എൻ്റെ സ്ഥലം. ഈ സ്കൂള് സെൻറ്റ് സേവിയർ സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലാണ് എൻ്റെ വീട്. ഈ സ്റ്റാർട്ടിങ് മുതൽ ഈ സ്കൂളിനെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്യുകയും ഇത് തുടങ്ങിയത് നമ്മുടെ തോട്ടുവയുള്ള വർഗീസ് ചെറിയത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേര് LKG മുതൽ സ്റ്റാർട്ട് ചെയ്ത് 10 വർഷക്കാലം അങ്ങേര് സ്കൂള് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് അങ്കമാലി വിദ്യാഭ്യാസ മേഖലയിൽ. അത്രമാത്രം സ്കൂളുകളുണ്ട്. അത് അതിൻ്റേതായ കൈകളിൽ എത്തിക്കാൻ വേണ്ടി സാറ് ശ്രമിക്കുകയും അങ്ങനെ ക്ലറീഷ്യൻ സഭയുടെ വൈദികർ ഇത് ഏറ്റെടുക്കുകയും അന്ന് ഉണ്ടായേക്കായും ഒത്തിരി ഇപ്പോൾ 12 വർഷക്കാലം അച്ഛന്മാർ ഈ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ ഈ സ്കൂൾ അങ്കമാലി മേഖലയിൽ നമ്പർ 1 സ്കൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ തുടക്കം മുതൽ ഈ സ്കൂളിന് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തു. എൻ്റെ പൊസിഷനിൽ 10 വർഷം വരെ ഞാൻ വർക്ക് ചെയ്തെങ്കിലും അത്രയും എത്തിയിട്ടുണ്ടായില്ല. പക്ഷെ അച്ഛന്മാരെ ഏറ്റെടുത്തോടുകൂടി സ്കൂള് നല്ല രീതിയിൽ പിള്ളേർ വർദ്ധിക്കുകയും വിദ്യാഭ്യാസം മെച്ചപ്പെടുകയും പീച്ചാനിക്കാട് അറിയപ്പെടുന്നത് സെൻറ്റ് സേവിയർ പബ്ലിക് സ്കൂളിൻ്റെ പേരിലാണ്. അത് ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട് നാട്ടുകാർക്കും. എൻ്റെ മകൻ ഇവിടെ ഫസ്റ്റ് അഡ്മിഷനാണ്. എൽദോസ് എന്നാണ് പേര്. അവൻ ഇന്ന് ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് ആള് BCom പാസ്സായി പുറത്തു പോയി. അങ്ങനെ ഇവിടെ വന്ന് മിക്ക കുട്ടികളും ഒരാൾ പോലും, ഞാൻ ഒത്തിരി കുട്ടികളെ സെർച്ച് ചെയ്യാറുണ്ട്, പക്ഷേ ഒറ്റ ആൾ മോശമായിട്ട് ഇന്ന് കണ്ടിട്ടില്ല. എല്ലാവരും ഉന്നതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിലെ പ്രോഗ്രാമുകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി തുടർ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ്. അപ്പൊ അതുവരെ ബൈ ബൈ.